ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പഴം നിറച്ചതാണ്, അല്ലെങ്കിൽ സ്റ്റഫ് ബനാനയാണ്. കോഴിക്കോട്ടുകാരുടെ ഇഷ്ട വിഭവമാണ് പഴം നിറച്ചത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കടായി അടുപ്പിൽ വെക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചതും കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഇതിലേക്ക് 1.5 കപ്പ് ചെറിയ നാളികേരം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് കട്ടിയായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കണം. ഇത് കീറിയ പഴം ഇതിൻ്റെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ലൂസായി പോകരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ബാറ്റർ റെഡിയാക്കിയാൽ മതി. ഇവിടെ 4 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള പഴമാണ് എടുക്കുന്നത്. ഇതിൻ്റെ നടുവിലായിട്ട് കത്തി കൊണ്ടൊന്ന് കീറിയെടുക്കാം. എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ
കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.